ഈരാറ്റുപേട്ടയും പരിസര പഞ്ചായത്തുകളായ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 9ഓളം പഞ്ചായത്തുകളെയും ബാധിച്ച വലിയ പ്രളയ ദുരന്തം അത് അനുഭവിച്ച് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് വീട്ടുപകരണങ്ങളും അതുപോലെ ഭക്ഷ്യവസ്തുക്കളും ഒന്നും ഇല്ലാത്ത വലിയ അവസ്ഥയിലാണ്. അവർക്ക് വീടുകളിൽ കയറുമ്പോൾ നാളുകളും മറ്റന്നാളുമായിട്ട് അവരുടെ വീടുകളിൽ ഉപയോഗിക്കാൻ അത്യാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ പാക്കറ്റുകളിലാക്കി പ്രിയപ്പെട്ട പൂഞ്ഞാറിന്റെ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ മുൻകൈയെടുത്ത് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം UDF ഒറ്റക്കെട്ടായി നിന്ന് ഈ കിറ്റുകൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ഈ കിറ്റുകൾ ഈരാറ്റുപേട്ടയിൽ പ്രത്യേകിച്ച് 500ഓളം കിറ്റുകൾ ഈരാറ്റുപേട്ടയിലും ബാക്കി 500ഓളം കിറ്റുകൾ മുണ്ടക്കയം, എരുമേലി, പൂഞ്ഞാർ തെക്കേക്കര, തീക്കോയി, തിടനാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വിതരണം ചെയ്യുവാനുള്ള എല്ലാം റെഡിയായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുരിതത്തോടൊപ്പവും UDF ഒറ്റക്കെട്ടായി UDFന്റെ എല്ലാ പ്രവർത്തകരും എല്ലാ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ മുമ്പിലുണ്ട്. എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ വരും കാലങ്ങളിലും UDF നേതൃത്വവും MLAയും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറയുകയാണ്. ഈരാറ്റുപേട്ടയും സമീപ പ്രദേശം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെയാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പുരുഷായസിൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പോലും ഇത്രയും വലിയ ദുരന്തം ഈരാറ്റുപേട്ടയിലെ സമീപ പ്രദേശങ്ങളിൽ കണ്ടിട്ടില്ല. 4-5 മണിക്കൂർ മഴ പെയ്തപ്പോൾ 4-5 ഉരുള് പൊട്ടി ഈരാറ്റുപേട്ട ടൗൺ മുഴുവൻ പ്രാന്തപ്രദേശങ്ങളിലും ടൗണിലുമായി ഏതാണ്ട് 500ഓളം വീടുകളിലും അത്രയും തന്നെ അടുത്തു വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഓണവുമായി ബന്ധപ്പെട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാമഗ്രികൾ ഉൾപ്പെടെ വീട്ടുകളിലെ എല്ലാവിധ വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് നാം എല്ലാവരും ഇവിടെ ഈ പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ട വളരെ സജീവമായിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ മറ്റ് വിവിധ മേഖലകളിൽ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സെന്ററുകളൊക്കെ തുറന്നിട്ടുണ്ട്. UDFന്റെ ആഭിമുഖ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയങ്കരനായ MLA സെബാസ്റ്റ്യൻ നേതൃത്വത്തിൽ വളരെ സജീവമായി ഭക്ഷ്യക്കിറ്റുകൾ ആദ്യ പരിപാടി എന്ന നിലയിൽ എത്തിക്കാനുള്ള പരിപാടിയാണ്. നാളെ എല്ലാ വീടുകളിലും ഒരുവിധം നമ്മുടെ ദുരന്തം അഭിമുഖീകരിച്ച മുഴുവൻ വീടുകളിലും നാളെ പകലോടുകൂടി ഈരാറ്റുപേട്ടിലും സമീപ പഞ്ചായത്തും എത്തിച്ചേരും. വ്യാഴാഴ്ച നമ്മുടെ ബഹുമാന്യനായ മന്ത്രി കോട്ടയം ജില്ലയിൽ ചാർജ് കൂടെയുള്ള മോൻസ് ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പരിപാടികളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ നിർവഹിക്കും. വീട്ടുപകരണങ്ങളുമായി ബന്ധപ്പെട്ട അടുത്ത സ്റ്റേജിലേക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടുപകരണം നഷ്ടപ്പെട്ട ആളുകൾക്ക് പരമാവധി ആശ്വാസം എത്തിക്കുന്നതിന് വേണ്ടി വീട്ടുപകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ഈരാറ്റുപേട്ടയിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായ ഹസ്തവുമായി ഒട്ടേറെ ആളുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എല്ലാ സുമനസ്സുകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നന്ദി പറയുന്നത്. UDF ആണ് ഇപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. MLAയും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മോൻസ് ജോസഫ് അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന കാര്യം സന്ദർശിച്ചു. ആന്റണി MP സന്ദർശിച്ചു. മറ്റ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ഈരാറ്റുപേട്ടയിലെ ഗൗരവം മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് MLA കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും വ്യാപാരികൾക്കുണ്ടായ നഷ്ടവും ഭവന ഉടമകൾക്കുള്ള നഷ്ടവും പരിഹരിക്കാവുന്ന പരമാവധി നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് UDF നേതൃത്വം നൽകും. എല്ലാവരും സഹകരിക്കണം.